ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അതിൽ നിന്ന് എപ്പോൾ കാശ് കിട്ടി തുടങ്ങും? ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണത്. സോ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നത് വരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന ദിവസം ചാനൽ തുടങ്ങി ഇന്ന ദിവസം വരുമാനം കിട്ടി എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമൊന്നുമില്ല. സോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിന് വരുമാനം കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു, അതെങ്ങനെ മറികടന്നു എന്നുള്ള മുഴുവൻ കാര്യങ്ങളും സത്യസന്ധമായി തന്നെ ഞാൻ പറയാം. ആദ്യം തന്നെ ഈ വരുമാനം കിട്ടാനായിട്ട് യൂട്യൂബിൻ്റെ ചില മാനദണ്ഡങ്ങളുണ്ട്. സോ ഇതിലെ ആദ്യത്തെ ക്രൈറ്റീരിയ 1000 സബ്സ്ക്രൈബർ ആവുക എന്നുള്ളതാണ്. ഇനി അടുത്ത ക്രൈറ്റീരിയ 2 രീതിയിലുണ്ട്. ഒന്നാമത്തേത് 4000 വാച്ച് അവർ 12 മാസം കൊണ്ട് ഉണ്ടാക്കുക. ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ ജനുവരി മുതൽ ഡിസംബർ വരെ എന്ന രീതിയിലല്ല. ഇന്നത്തെ ഒരു ദിവസമാണ് യൂട്യൂബ് ഈ ക്രൈറ്റീരിയ ചെക്ക് ചെയ്യുന്നതെങ്കിൽ കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ ഈ 4000 വാച്ച് അവർ എത്തിയാൽ മതി. ഈ വാച്ച് അവറിൻ്റെ കാര്യം ലോങ് വീഡിയോ ഇടുന്നവർക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ കൂടുതലും ഷോർട്സ് ആണ് ഇടുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 4000 വാച്ച് അവറിന് പകരം വേറൊരു കാര്യം അച്ചീവ് ചെയ്താൽ മതി. അത് 1 കോടി വ്യൂസ് 90 ദിവസത്തിനുള്ളിൽ എത്തിക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ ഞാൻ ചാനൽ തുടങ്ങുന്നു. 2022 നവംബർ 14 ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടി. സോ ഇനി അങ്ങോട്ട് കാര്യങ്ങളെല്ലാം സ്മൂത്തായിരിക്കും. പക്ഷെ അതൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. അതിനുശേഷമാണ് ഓരോ ചാലഞ്ചുകളായിട്ട് വന്നു തുടങ്ങിയത്. ഒന്നാമത്തെ ചാലഞ്ച് വ്യൂസ് കുറഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂ കിട്ടി. സോ ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ട് എല്ലാ വീഡിയോസിനും ഇതേപോലെ തന്നെ വ്യൂ കിട്ടുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒരു വ്യൂ പോലും ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. 100 വ്യൂ കിട്ടുക എന്ന് പറയുന്നതൊക്കെ വലിയ കാര്യമായിരുന്നു ഈ ചാനൽ തുടങ്ങിയ സമയത്ത്. സോ ഇതേ പ്രശ്നം നിങ്ങളും ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു ചാനൽ തുടങ്ങി വീഡിയോ ഇടുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. പക്ഷെ പിന്നീടുള്ള വീഡിയോസ് വരുമ്പോൾ അവർക്കും അതിൽ വലിയ താല്പര്യം തോന്നിയില്ലെങ്കിൽ അവർ ആ പഴയ സപ്പോർട്ട് തരണമെന്നില്ല. ഇനി രണ്ടാമത്തെ പ്രശ്നം നീഷ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഒരു യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂവേഴ്സിന് പൊതുവായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ ചില ടോപ്പിക്കുകളോ ഉണ്ടായിരിക്കും. അതിന് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ വീഡിയോസ് ഇടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സക്സസ് ആവും. ഇതാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഒരു നീഷ് ആയിരിക്കില്ല, ചില ചാനലിൽ ഒന്നിൽ കൂടുതൽ നീഷുകൾ ഉണ്ടാവും. പക്ഷെ അത് എത്രയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വീഡിയോസ് ചെയ്തിട്ട് ചാനലിനെ വളർച്ച ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാനരുൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ട്രാവൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നാട്ടിലുള്ള പൂരത്തിൻ്റെയും മറ്റും ഫെസ്റ്റിവൽസിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും വർക്കായില്ല. പിന്നെ ഫൈനാൻഷ്യൽ ടോപ്പിക്കിൽ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴാണ് ആ ചാനൽ ക്ലിക്ക് ആയത്. സോ അവിടുത്തെ നീഷ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ടോപ്പിക്സ് ആണ്. എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന ചാനൽ ഞാൻ തുടങ്ങുന്നത് എനിക്ക് എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും സംസാരിക്കാനുണ്ട്. സോ എന്തിനെക്കുറിച്ചും എനിക്ക് വീഡിയോ ഇടാം, അതെല്ലാം വർക്കാവും എന്നൊരു പ്രതീക്ഷയിലാണ്. പക്ഷേ അതൊന്നും വർക്കായില്ല. അടുത്തൊരു പ്രശ്നം കമ്പാരിസൺ ആയിരുന്നു. ഞാൻ എൻ്റെ പുതിയ ചാനലിനെ കമ്പയർ ചെയ്തത് എൻ്റെ എക്സിസ്റ്റിംഗ് ചാനലുമായിട്ടാണ്. കാരണം ഞാൻ അരുൺ എന്ന ചാനലിൽ ഞാൻ ഫൈനാൻഷ്യൽ ടോപ്പിക്ക് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടും. പക്ഷേ ഈ പുതിയ ചാനലിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് വ്യൂവും കിട്ടുന്നില്ല, അതിന് എന്ന് മോണിറ്റൈസ് ആവും, എപ്പോൾ വരുമാനം കിട്ടുന്നുള്ളതിനെ കുറിച്ചൊരു പിടിയില്ല. അങ്ങനെ ഒരു കമ്പാരിസൺ വന്നപ്പോൾ എനിക്ക് ഈ പുതിയ ചാനലിൽ വീഡിയോ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു. ഇതേപോലത്തെ കമ്പാരിസൺ നിങ്ങളും ചെയ്യും. അത് നിങ്ങൾക്ക് ഓൾറെഡി ചാനൽ ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ ചാനൽ പോലെ തന്നെ വീഡിയോ ഇടുന്ന വേറെ ആൾക്കാരെ കാണുമ്പോഴാണ് ഈ കമ്പാരിസൺ വരിക. അവരും വീഡിയോ ചെയ്യുന്നു, പക്ഷെ അവർക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നു, കൂടുതൽ വ്യൂ കിട്ടുന്നു. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ റീച്ച് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആദ്യം നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് അവരെ കോപ്പി ചെയ്ത് കുറേ വീഡിയോ ചെയ്യാൻ നോക്കും. പക്ഷെ അവസാനം നിങ്ങൾക്കും ഈ ഒരു മടുപ്പ് വരും. ഇനി ഞാൻ എന്തിന് ഇങ്ങനെ വീഡിയോ ഇടണം, എനിക്ക് ഇവരെ പോലെ റീച്ച് കിട്ടുന്നില്ലല്ലോ എന്നൊരു സ്റ്റേജിലേക്ക് നിങ്ങളെത്തും. പിന്നെ ഞാൻ ഫേസ് ചെയ്ത അടുത്ത ചാലഞ്ച്, ഈ ടൈമിൽ ഞാൻ ജോബ് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ കാക്കനാട് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അതിൻ്റെ അടുത്തായിരുന്നു താമസം. അവിടെ ശനിയും ഞായറും അവധിയായിരുന്നു. സോ എനിക്ക് ഈ ശനി ഞായറിൽ എൻ്റെ ഷൂട്ടിംഗ് നടക്കും, പേഴ്സണൽ കാര്യങ്ങളും നടക്കും. അതേപോലെ എല്ലാ ദിവസവും രാവിലെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ടൈമുണ്ട്. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാൽ മതി, അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ കമ്പനി മാറിയപ്പോൾ എറണാകുളം സൗത്തിലെ ഒരു കമ്പനിയിലാണ് എനിക്ക് ജോലി കിട്ടിയത്. സോ എൻ്റെ യാത്രാ സമയം കൂടി. മാത്രമല്ല അവിടെ ശനിയാഴ്ചയും വർക്കിംഗ് ആയിരുന്നു. സോ ഒരു ഞായറാഴ്ചയുള്ളൂ. ആ ഞായറാഴ്ച ഷൂട്ടിങ്ങും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കൂടെ വന്നപ്പോൾ ആകെ ടൈറ്റായി. മാത്രമല്ല രാവിലെ വൈകുന്നേരം ഒരുപാട് സമയം യാത്ര ചെയ്യണം. പിന്നെ ഈ ട്രാഫിക്കിൽ യാത്ര ചെയ്ത് വൈകുന്നേരം വീടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള എനർജിയും ഇല്ല. അങ്ങനെ വന്നപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ എണ്ണം കുറഞ്ഞു. അതേപോലെ വീഡിയോസിൻ്റെ ടോപ്പിക്കും കാര്യങ്ങളും ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കുറഞ്ഞു. സോ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ ലൈഫിൽ വരുന്ന ചേഞ്ചുകളും ഉണ്ട്. ചാനലിൽ അധികം ശ്രദ്ധിക്കാൻ പറ്റാത്ത സ്റ്റേജുകൾ വരാം. പക്ഷേ നമ്മളുടെ പേഴ്സണൽ പ്രശ്നങ്ങളൊന്നും നമ്മുടെ വ്യൂവേഴ്സിന് അറിയണ്ട. അവർക്ക് എൻഗേജിങ് ആയിട്ടുള്ള വീഡിയോ കൊടുക്കുക എന്നുള്ളതാണ് കാര്യം. അത് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ അവർ കൂടെ നിൽക്കും, ഇല്ലെങ്കിൽ അവർ നമ്മളെ മൈൻഡ് ചെയ്യില്ല, അത്രയേ ഉള്ളൂ. സോ ഈ ഒരു പ്രോബ്ലം എൻ്റെ ചാനലിൻ്റെ വ്യൂസ് കുറയാനുള്ള കാരണമായിട്ട് മാറി. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞ് 2024 നവംബർ എത്തിയപ്പോൾ ചാനലിൻ്റെ അവസ്ഥ വളരെ മോശമായി. വ്യൂസ് വളരെ കുറവാണ്. ആ സമയത്തും എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്.
അതിനുശേഷം ഒരു വീഡിയോയ്ക്കും അത്രയും വ്യൂ എത്തിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പരിതാപകരമായ ഒരവസ്ഥയിൽ എൻ്റെ ചാനൽ എത്തി. സോ ആ ഒരു പോയിന്റിൽ ഞാനൊരു ഡിസിഷൻ എടുത്തു. അടുത്ത 3 മാസം ഈ ചാനലിനെ മൊണറ്റൈസ് ആക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യും. ആ 3 മാസം കൊണ്ട് ഇവിടെ ചേഞ്ച് ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഞാനത് അവിടെ നിർത്തും. എന്നിട്ട് എൻ്റെ മുഴുവൻ ഫോക്കസും ഞാനരുൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് മാറ്റും. കാരണം അതിൽ നിന്ന് ഇപ്പോൾ നിലവിൽ വരുമാനമുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇവിടെ ഷോർട്സിൻ്റെ വ്യൂ വളരെ കുറവാണ്. സോ 90 ദിവസം കൊണ്ട് എനിക്ക് 1 കോടി ഷോർട്സിൻ്റെ വ്യൂ കിട്ടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല എന്നെനിക്ക് മനസ്സിലായി. സോ ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് ലോങ് വീഡിയോസിലാണ്. ലോങ് വീഡിയോസിലൂടെ 4000 വാച്ച് അവർ എത്തിക്കുകയാണെങ്കിൽ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവും. നിങ്ങളും ഇതേ സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ വർക്ക് ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഷോർട്സിനായിരിക്കും കൂടുതൽ വ്യൂ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഷോർട്സിൻ്റെ എണ്ണം കൂട്ടുക. അങ്ങനെ 2024 ഡിസംബർ, 2025 ജനുവരി, 2025 ഫെബ്രുവരി ഈ 3 മാസവും എല്ലാ ആഴ്ചയും ഓരോ വീഡിയോ വെച്ച് ഈ ചാനൽ പോസ്റ്റ് ചെയ്യും. അതിനിടയിൽ റീൽസ് പോസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഈ സമയത്താണ് ഞാൻ ഈ ചാനലിൻ്റെ നീഷ് തിരിച്ചറിയുന്നത്. ഞാൻ നോക്കുമ്പോൾ ഞാൻ ട്രാഫിക്കിനെ കുറിച്ചും സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ വീഡിയോ ഇട്ടു. ആ വീഡിയോ ഒന്നും വർക്കായില്ല. പക്ഷേ എൻ്റെ ആദ്യത്തെ വീഡിയോ വർക്കായിരുന്നു. പിന്നെ എൻ്റെ വർക്കായ വീഡിയോയും ഈ ടോപ്പിക്കിലാണ്. പക്ഷേ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതിരുന്നായിരുന്നു പ്രശ്നം. അത് സിനിമയാണ്. ഞാൻ ഒരാളെ കാണുമ്പോൾ സംസാരിക്കുന്ന ടോപ്പിക്ക് സിനിമയാണ്. സാധാരണ ഒരു സിനിമയെക്കുറിച്ച് പറയുക എന്നുള്ളതിനേക്കാളും ഇതിൽ പലരും ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള ചില ആംഗിളുകളും ശ്രദ്ധിക്കാത്ത ചില ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. സോ ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളാണ് എൻ്റെ ചാനലിൽ കണ്ടൻ്റായിട്ട് വരേണ്ടത്. സോ അങ്ങനെ എൻ്റെ നീഷ് ഐഡൻറ്റിഫൈ ചെയ്തതോടുകൂടി ആ ടോപ്പിക്കിൽ സിനിമ റിലേറ്റഡ് ടോപ്പിക്കുകളിലൊക്കെ ആയിട്ട് ഞാൻ അടുത്ത 3 മാസവും കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിക്കണം? റെഗുലറായിട്ട് പോസ്റ്റ് വരുന്നതോടുകൂടി വ്യൂസ് കൂടണം, ചാനൽ ഉടനെ കയറി ക്ലിക്ക് ആവണം. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഈ 3 മാസവും ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോസിനൊക്കെ ചിലതിനെ 1000 വ്യൂ എങ്കിലും എത്തിയുള്ളൂ. മറ്റേതിൻ്റെയൊക്കെ വ്യൂ വളരെ കുറവ് തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ ചാനലിലെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു കാര്യം കൊണ്ടുവരാൻ എനിക്ക് പറ്റി. റെഗുലറായിട്ട് ഈ ചാനലിൽ വീഡിയോസ് കയറുന്നുണ്ട് എന്നൊരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിച്ചു. സോ നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ ചാനൽ തുടങ്ങുമ്പോൾ ചിലപ്പോൾ എല്ലാ ദിവസവും വീഡിയോ പോസ്റ്റ് ചെയ്യും, പിന്നെ ഒരു 3 മാസത്തേക്ക് ഒന്നും പോസ്റ്റ് ചെയ്യില്ല, പിന്നെ അത് കഴിഞ്ഞ് കുറേ എണ്ണം അടുപ്പിച്ച് പോസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും റെഗുലർ ഇൻ്റർവെല്ലിൽ വീഡിയോസിനെ പ്ലാൻ ചെയ്ത് പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ചാനലിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മടുപ്പ് വരും. ഞാനിപ്പോൾ ചെയ്തതിൽ എനിക്ക് റിസൾട്ടൊന്നും കിട്ടിയില്ല. പക്ഷേ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റിയതോടുകൂടി ഞാനൊരു ട്രാക്കിലായി. അതേപോലെ 2025 ഫെബ്രുവരിയിൽ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു. സോ മാർച്ചിൽ എനിക്ക് കൂടുതൽ ടൈം കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യണം. അങ്ങനെ 2025 മാർച്ചിൽ ഞാൻ 7 ലോങ് വീഡിയോ ഞാനെന്ന് പറഞ്ഞോട്ട് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തു. അതിന് പുറമെ റീൽസും പോസ്റ്റ് ചെയ്തു. ഈ 7 വീഡിയോയിൽ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് ഒരു 5000 വ്യൂവിൽ കൂടുതൽ കിട്ടി. അതെനിക്ക് നല്ലൊരു മോട്ടിവേഷനായിരുന്നു. പിന്നെ അതേ മാസം തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ, അതൊരു പ്രൊഡ്യൂസർ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. അതിന് അത്ര റീച്ച് കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ വീഡിയോയ്ക്കും നല്ല രീതിയിലുള്ള റീച്ച് കിട്ടി. സോ ആ മാസം 7 വീഡിയോ ഇട്ടതിൽ 2 വീഡിയോ നല്ല രീതിയിൽ റീച്ച് കിട്ടി. 5 എണ്ണം കാര്യമായിട്ട് വർക്കായില്ല. പക്ഷേ ആ 2 വീഡിയോ സക്സസ് ആയത് മതിയായിരുന്നു എനിക്ക് ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അങ്ങനെ അടുത്ത മാസം ഏപ്രിലിൽ ഞാൻ 5 ലോങ് വീഡിയോയും അതിന് പുറമെ ഷോർട്സും പോസ്റ്റ് ചെയ്തു. ഈ 5 ലോങ് വീഡിയോയിൽ ഒരു വീഡിയോ വർക്കായി. മലയാള സിനിമയിലെ പഠിപ്പിച്ചു വരുന്നത് എന്ന് പറയുന്നൊരു കാര്യം. ഇത് ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു വീഡിയോ കണ്ടൻ്റായിട്ട് വന്നപ്പോൾ അതിന് നല്ല ആക്സെപ്റ്റൻസ് കിട്ടി. അതോടുകൂടി എൻ്റെ ചാനലിൻ്റെ വാച്ച് അവർ കൂടി. അങ്ങനെ വാച്ച് അവർ കൂടി എനിക്ക് മോണിറ്റൈസ് ആവുന്ന ആ ഒരു 4000 വാച്ച് അവറിൻ്റെ അടുത്തേക്ക് ഇതിങ്ങനെ എത്താൻ തുടങ്ങി. അങ്ങനെ 2025 മെയ് 3 എനിക്ക് യൂട്യൂബിൽ നിന്ന് മെയിൽ വന്നു, നിങ്ങളുടെ ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ചെയ്യേണ്ടത് ആദ്യം ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിൽ ഞാൻ എഗ്രി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. രണ്ടാമതായിട്ട് ഒരു ആഡ്സെൻസ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യണം. ആഡ്സെൻസ് അക്കൗണ്ട് ത്രൂ ആണ് നമുക്ക് യൂട്യൂബിൽ നിന്നും ഗൂഗിളിൻ്റെ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണെങ്കിലും ഉള്ള വരുമാനം കിട്ടുന്നത്. അടുത്ത സ്റ്റേജ് നമ്മുടെ ചാനലിനെ ഇവർ റിവ്യൂ ചെയ്യും. ഇത് ഒറിജിനൽ കണ്ടൻ്റ് ആണോ അതോ വല്ലതും അടിച്ചു മാറ്റിയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കും. ഇതെല്ലാം നോക്കിയിട്ടാണ് ഇവർ പാർട്ട്ണർ പ്രോഗ്രാമിൽ നമ്മളെ അംഗമാക്കുകയുള്ളൂ. സോ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ സിനിമയുടെ സോങ്സോ ഡയലോഗ്സോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഈ റിവ്യൂവിന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ ഒറിജിനൽ കണ്ടൻ്റാണ് ചാനലിൽ ഉള്ളത് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ ഒരു റിവ്യൂയിലേക്ക് പോകുന്നതാണ് നല്ലത്. സോ അങ്ങനെ മെയ് 5 എനിക്ക് മെയിൽ വന്നു. റിവ്യൂ ഒക്കെ കഴിഞ്ഞു, ചാനൽ ഓക്കെയാണ്. സോ ഒഫീഷ്യലി ഇപ്പോൾ എൻ്റെ ചാനൽ യൂട്യൂബിൻ്റെ പാർട്ട്ണർ പ്രോഗ്രാമിലെ അംഗമാണ്. ഇനി എന്താ സംഭവം? ഇനി അടുത്ത ദിവസം തൊട്ട് നമുക്ക് വരുമാനം കിട്ടി തുടങ്ങുമോ? ഇല്ല.
അവിടെയാണ് അടുത്ത ക്രൈറ്റീരിയ വരുന്നത്. നമ്മൾ ഈ ആഡ്സൻസ് അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം അവിടെ കാണിക്കും. അവിടെ പേയ്മെൻറ്റ് ത്രഷോൾഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. അത് $100. സോ വരുന്ന വരുമാനം മുഴുവൻ അവിടെ ഉണ്ടാവും. പക്ഷേ $100 ആയാലേ അവർ പേയ്മെൻറ്റ് തരുള്ളൂ. ഈ $100 ആവുന്നത് എല്ലാ മാസവും 21-ാം തീയതിയാണ് അവർ ചെക്ക് ചെയ്യുക. ഉദാഹരണത്തിന് ഒക്ടോബർ 21-ന് നിങ്ങളുടെ ആഡ്സൻസിൻ്റെ ബാലൻസ് $90 ആണ്. അപ്പോൾ ആ മാസം നിങ്ങൾക്ക് പേയ്മെൻ്റ് ഇല്ല. ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ അത് $100 ആയി. അപ്പം തന്നെ നിങ്ങൾക്ക് ആ പൈസ അയച്ചു തരില്ല. ഇനി അടുത്ത നവംബർ 21-നെ നോക്കുകയുള്ളൂ. ആ നവംബർ 21 ആകുമ്പോൾ $100 കൂടുതൽ അതിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ആ മുഴുവൻ തുകയും നിങ്ങൾക്ക് അയച്ചു തരും. ഇങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുക. സോ മോണറ്റൈസ് ആയതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നും പൈസ കിട്ടി തുടങ്ങില്ല. ഇനിയും നമ്മൾ കാത്തിരിക്കണം. സോ എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ്, എനിക്ക് ചാനൽ മോണറ്റൈസ് ആയതിനു ശേഷമുള്ള വരുമാനം, ഓരോ മാസത്തെയും വരുമാനം ഈ കാണുന്ന പോലെയാണ്. സോ ഇതെല്ലാം ചേർത്ത് അവസാനം സെപ്റ്റംബർ 21 ആയപ്പോഴാണ് $100 തികഞ്ഞത്. സോ സെപ്റ്റംബർ 21-ന് $100 ആയാൽ ഉടനെ അവർ ആ പേയ്മെൻറ്റ് അയച്ചു തരുമോ? തരില്ല. അവിടെ യൂട്യൂബിൻ്റെ അടുത്ത നിയമമുണ്ട്. സെപ്റ്റംബർ 21-ന് $100 ആയിക്കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് അവർ തരിക ഒക്ടോബർ 21-നാണ്. സോ ഒക്ടോബർ 21-ന് ആ പേയ്മെൻറ്റ് റിലീസായാൽ ഒരു 25-26 ആകുമ്പോഴേക്കും ആ ഒരു ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. സോ എത്ര സമയം എടുത്തു നോക്കൂ. 2022 നവംബർ 14-നാണ് ആദ്യത്തെ വീഡിയോ. പക്ഷെ അതിന് മുമ്പേ ചാനലിൻ്റെ ഐഡിയ വന്നു, ചാനലിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി, ടോപ്പിക് ഉണ്ടാക്കി, ഷൂട്ട് ചെയ്തു, എഡിറ്റ് ചെയ്തു. സോ ഏകദേശം ഒക്ടോബറിൽ തന്നെ ഇതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 2025 ഒക്ടോബറിലാണ് ഫസ്റ്റ് പേയ്മെൻറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ എത്ര സമയം എടുത്തു? ഏകദേശം 3 വർഷം. സോ ഇതാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്ന് വരുമാനം കിട്ടാനായിട്ട് എനിക്ക് എടുത്ത സമയം. ഇനി ചാനൽ തുടങ്ങാൻ പോകുന്നവർ ചെയ്യേണ്ടത് മിനിമം 6 മാസം എല്ലാ ആഴ്ചയും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള ടോപ്പിക്ക് നിങ്ങൾ ആദ്യമേ ഫിക്സ് ചെയ്യണം. അതായത് ഒരു 24 ലോങ് വീഡിയോയുടെ ടോപ്പിക്ക് ഫിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചാനൽ തുടങ്ങാൻ. ഇനി നിങ്ങൾ ഷോർട്സിനാണ് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യത്തെ 90 ദിവസം കൊണ്ട് നമുക്ക് 1 കോടി വ്യൂ എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് 90 ഷോർട്ട് വീഡിയോസിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്ക് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. എന്നെക്കാളും പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും.